ശാരീരിക ഘടന കൊണ്ടും ശബ്ദം കൊണ്ടും ഏറെ പ്രത്യേകതകളുള്ള പ്രേക്ഷകരുടെ പ്രിയ നടൻ. വസ്ത്രാലങ്കാരകനായി തുടങ്ങി ഹാസ്യനടനായും സ്വഭാവ നടനായും വളർന്ന സുരേന്ദ്രൻ എന്ന ഇന്ദ്രൻസ്. നമുക്ക് സ്വാഗതം ചെയ്യാം സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ശ്രീ ഇന്ദ്രൻസിനെ. ഞാനിപ്പോൾ ഇന്ദ്രൻസിനെ ഇവിടെ സ്വാഗതം ചെയ്തപ്പോൾ സുരേന്ദ്രൻ എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ സമാഗമത്തിൻ്റെ വേദിയിൽ വന്നപ്പോഴാണ് ഇന്ദ്രൻ്റെ പേര് സുരേന്ദ്രനാണെന്ന് എനിക്കറിയുന്നത്. സിനിമയിലുള്ള പല ആൾക്കാർക്കും അറിയില്ലല്ലോ സുരേന്ദ്രനാണെന്നുള്ള പേര്. വളരെ കുറച്ച് പേർക്ക് അറിയുള്ളൂ. പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നു അറിയില്ല എന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ഇന്റർവ്യൂലൊന്നും പറയാറില്ല. ചിലയിടത്തൊക്കെ പറയുന്നുണ്ട്, ചോദിക്കും ചിലർ ശരിക്കുള്ള പേരുണ്ട്. ഇന്ദ്രൻസ് എന്നുള്ളത് ശരിക്കും പറഞ്ഞെങ്കിൽ ആദ്യം ഷോപ്പിന്റെ പേരായിരുന്നോ? ഷോപ്പിനിട്ട പേരാ സാർ. ആണല്ലേ? അതിങ്ങനെ രണ്ട് മൂന്ന് തയ്യക്കട ആദ്യം പല പേരൊക്കെ ഇട്ടു, പൊളിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. മൂന്നാമത്തെ കടയ്ക്കാണ് ഈ പേരിടുന്നത്. അപ്പൊ അത് രാശിയായിട്ട് വന്നു. പിന്നെ കട പത്മനാഭ സാറിൻ്റെ അടുത്ത് ഞാൻ ഒരിക്കൽ പറഞ്ഞു, സാർ സുരേന്ദ്രൻ എന്നുള്ള മാറ്റിയിട്ട് എൻ്റെ കടയുടെ ഈ ഇന്ദ്രൻസ് എന്ന് വെച്ചോട്ടെ എന്ന് ചോദിച്ചു. പിന്നെ സാബു കളറെടുത്ത് പറഞ്ഞങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ വന്ന് എല്ലാവരും അങ്ങനെ വിളിച്ചു തുടങ്ങി. ഇന്ദ്രൻസ് സുരേന്ദ്രൻ ഇന്ദ്രൻസ് തന്നെ വിളിക്കാം. എനിക്കതാണ് അതല്ലെങ്കിൽ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ പരിചയമില്ലാത്ത ഒരാളെ വിളിക്കണമായിട്ടുണ്ട്. ഇന്ദ്രൻ ജനിച്ചതൊക്കെ ട്രിവാൻഡ്രത്ത് തന്നെ, കുമാരപുരത്ത് അല്ലേ? 100% തിരുവനന്തപുരത്തുകാരനാണ് അല്ലേ? കുട്ടിക്കാലൊക്കെ എവിടെയായിരുന്നു? അവിടെ കുമാരപുരത്ത് തന്നെയായിരുന്നു. പഠിച്ച സ്കൂളിന്റെ പേര് എന്തായിരുന്നു? UPS, കുമാരപുരം UPS തന്നെയാണ്. അത് കടന്ന് പിന്നെ അങ്ങോട്ട് പോയില്ല. സ്കൂളിൽ കഴിഞ്ഞിട്ട് പരിപാടി അവിടെ വെച്ച് തന്നെ എല്ലാ സംശയവും തീർന്നു, എല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? അത് ശരി. പഠിക്കാൻ എങ്ങനെയായിരുന്നു? അതുകൊണ്ടാണ് കിടക്കാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. പെട്ടെന്ന് പഠിക്കാൻ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ എപ്പോഴും 2ാം റാങ്ക് 3ാം റാങ്ക് അങ്ങനെ സ്കൂളിൽ എപ്പോഴും ഫ്രണ്ടിൽ തന്നെ അങ്ങനെ ഇരുത്തുമായിരുന്നു. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കും സീറ്റ്. പക്ഷെ പിന്നീട് ഈ ഒരു 4ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഒരു യൂണിഫോമൊക്കെ ഒരു വിഷയമായി. അങ്ങനെ ഒരു വർഷം പോയില്ല. അടുത്ത വർഷം ആ സമയം കഴിഞ്ഞു പോയി. എന്താ കാരണം? യൂണിഫോം ഉണ്ടായിരുന്നു. ബുക്കിൻ്റെയും കാര്യങ്ങളെല്ലാം കൂടെയൊക്കെ വാങ്ങിച്ച് പറയ്ക്ക് വരാൻ എത്താതൊക്കെ ആയി വീട്ടിലെ പ്രശ്നങ്ങൾ. അങ്ങനെ ഒരു വർഷം കൂടെ നിന്നിട്ട് പിന്നെ 1-4 തന്നെ കൊണ്ട് ചേർത്തു. അപ്പോഴും ഇടയ്ക്ക് വെച്ച് ഈ യൂണിഫോം ഒരു കർശനമാക്കിയോടുകൂടി പിന്നെ നമ്മളത് പരിപാടി ശരിയാവില്ല. അച്ഛനമ്മയ്ക്ക് എന്തായിരുന്നു? അച്ഛനെ കൂലിപ്പണിയൊക്കെ തന്നെയാണ്, തടി അടക്കലും അതിൻ്റെ കോൺട്രാക്റ്റും ഒക്കെ ആയിരുന്നു. അച്ഛനമ്മയൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അച്ഛൻ മരിച്ച് അമ്മയുണ്ട് അല്ലേ? ഇന്ദ്രൻസ് എത്ര മക്കളാണ് നിങ്ങൾ? ഞങ്ങൾ 7 പേര്. 7 പേര്. അതിൽ ഞാൻ മൂന്നാമത്തെ ആളാണ്. ചേച്ചിമാർ 2 പേര്, 2 അനിയത്തിമാർ, 2 അനിയന്മാർ. ഇപ്പോൾ നാടകത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് ഈ കാലഘട്ടത്തിലാണോ? അത് ആദ്യമായിട്ട് അഭിനയിച്ച വേഷം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആദ്യമായിട്ട് അഭിനയിച്ച ഒരു അത്ര കച്ചവടക്കാരൻ. അത് കൊള്ളാം. അപ്പൊ ഇങ്ങനെ ഉഷാദാടിയൊക്കെ വെച്ച് ഇത്തിരിയല്ലേ ഉള്ളൂ, വലിയ ബനിയനൊക്കെ ഇട്ട് ഒരു പെട്ടി ഇങ്ങനെ കഴുത്തിൽ കൂടെ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ രാത്രി വെക്കണ ഒരു 3/4 മണിക്കൂർ. അപ്പൊ അന്നും കോമഡി തന്നെയാണ്. അതേ ഇണങ്ങോളായിരുന്നിരിക്കും രൂപം കൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് അല്ലേ? അപ്പോൾ ഇന്ദ്രൻസ് പൊതുവെ നമ്മൾ സിനിമാ രംഗത്തൊക്കെ വളരെ സൗമ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സിനിമയിൽ കണ്ടിട്ടുള്ള ഏറ്റവും സൗമ്യനായിട്ടുള്ള നടന്മാരിൽ ഒരാളാണ് ഇന്ദ്രൻസ്. അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമുക്ക് പറയാം. സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ സൗമ്യനായിരുന്നു, അതോ ഭയങ്കര വികൃതിയായിരുന്നു? അങ്ങനെ ആയിരുന്നു, അങ്ങനെ ഉള്ളായിരുന്നിരിക്കും. അത്രയൊക്കെയുള്ള ത്രാണിയല്ലോ കുട്ടികളൊക്കെ. എനിക്ക് ഇടിയെ കൊണ്ടിട്ട് വീട്ടിൽ പരാതി പറഞ്ഞു പോയിട്ടുണ്ട്. ഇതുവരെ ജീവിതത്തിൽ ഇതൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല, തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല. സിനിമയിലും കൊടുത്തിട്ടില്ല. സിനിമയിൽ ആർക്കൊക്കെ ഇട്ട് പണിട്ടുണ്ട്, ഒറ്റപ്പെട്ട അടികളെ കൊടുത്തിട്ടില്ല. പക്ഷെ എന്നാലും ജീവിതത്തിൽ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും അടി കൊടുക്കണമെന്ന് തോന്നിയിട്ടുണ്ട്? അതിപ്പോ ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. അധ്യാപകർക്ക് കൊടുക്കണമെന്ന് തോന്നിയില്ല. അധ്യാപകരും കുറച്ച് അനുഭവമുള്ള കുറച്ച് അധ്യാപകരല്ലേ ഉള്ളൂ. അവരൊക്കെ വലിയ സ്നേഹമായിരുന്നു. അപ്പോൾ ഇങ്ങനെ പറ്റായികയിലൊക്കെ വിഷമിക്കുമായിരുന്നു. ഒരു ടീച്ചറൊക്കെ ഈ അടുത്ത് തന്നെ ഒരു ടീച്ചർ മരിച്ചു. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു പഠിപ്പിക്കാൻ പറ്റാത്തതിൽ. അപ്പോൾ എന്തോ അന്ന് സ്കോളർഷിപ്പിൻ്റെ അതൊരു ഫാം എഴുതി കൊടുത്ത് അവിടെ കൊടുത്താലേ നമുക്ക് ഇങ്ങനെ കിട്ടുമെന്നൊക്കെ ഒരു ടീച്ചർ പറഞ്ഞു. പക്ഷെ അതെന്താണെന്നും അതിൻ്റെ രീതികളൊന്നും അറിയാത്തത് കൊണ്ട് പിന്നെ വഴിക്ക് പോയില്ല അല്ലേ? ഇന്നസെൻ്റ് ഏട്ടൻ പറയുമല്ലോ, ഇന്നസെൻ്റ് ഏട്ടൻ പഠിച്ച് വലിയ ആളായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്നിങ്ങനെ ഇന്ദ്രൻസ് ഇന്നസെൻ്റ് ഏട്ടനോട് ഒരാൾ ചോദിച്ചു.
അങ്ങനെ വ്യാമോഹമൊന്നും വേണ്ട എന്നുള്ളത് അതിന് ഉത്തരമായിട്ട് പറഞ്ഞത്. കാരണം അതൊരിക്കലും സംഭവിക്കാൻ പോകാത്ത ഒരു കാര്യം തന്നെ, നടക്കാത്ത കാര്യം. അപ്പൊ ഇന്ദ്രൻസിന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചില്ലേ. പഠിച്ചു പോയാലും എവിടെ വരെ എത്തുവരും നമുക്കറിയാം. അതൊരു പക്ഷെ ഇങ്ങനെയൊക്കെ ആയതിന് കാര്യവും ഇതൊക്കെ തന്നെയായിരിക്കും. കാരണം കലാപ്രവർത്തനത്തിന് സമയം കിട്ടി അല്ലേ. പിന്നെ ഇന്നത്തെ പോലെ അങ്ങനെ ഒരു വീട്ടിലും അല്ല നമ്മളെ കുടുംബത്തിൽ തന്നെ അങ്ങനെ പഠിപ്പിക്കണമെന്ന് ഒരു വലിയ ചിട്ടയോ ഇങ്ങനെ അഭിമാനമായിട്ട് തോന്നുന്ന ആരും ഇല്ലായിരുന്നു തോന്നുന്നു. അവരെന്തിരി കഴിഞ്ഞാൽ അപൂർവം കുറച്ച് പേരൊക്കെ തന്നെ അന്നത്തേ ഉള്ളൂ. പിന്നെ ഇതൊരു 3-4 ക്ലാസ് കഴിഞ്ഞാൽ അവർ വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കൽ, തയ്യൽ പഠിക്കൽ, അതൊക്കെ ആയിരുന്നു അതിൻ്റെ ചിട്ടയെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കും മനസ്സിലങ്ങനെ തോന്നിയിട്ടുണ്ട്. കൂടെ എനിക്ക് മുമ്പ് പഠിത്തം മതിയാക്കി വർക്ക്ഷോപ്പിലേക്ക് പോയ പിന്നെ നോട്ടൊക്കെ പാക്കറ്റിട്ടൊക്കെ പിന്നെ മുണ്ടൊക്കെ കൊടുത്തിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോഴെനിക്കും തോന്നിയിട്ടുണ്ട്. അപ്പം ഞാനും പിന്നെ എനിക്ക് മാമൻ്റെ അടുത്ത് പോയ തയ്യക്കടയിൽ പോകണമെന്നൊരു കൊതി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു അമ്മാവൻ ടൈലറാ. അങ്ങനെയാണ് അങ്ങനെ ഒരു ആഗ്രഹം തോന്നിപ്പോയത്. അപ്പോൾ ഈ തയ്യൽക്കട സ്വന്തമായിട്ട് ആദ്യം അവിടെ അമ്മാവൻ്റെ കടയിൽ നിൽക്കുക. പഠിക്കാതിരുന്നാലുള്ള കുഴപ്പങ്ങളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നതാണ് പ്രധാനം. മാമനൊക്കെ അധികം സംസാരിക്കുമല്ലോ, ഭയങ്കര ഇച്ചിരി ചൂടനൊക്കെയാണ്. സമയത്തിന് നാടകമൊക്കെ നമ്മൾ ഇവരെ കൂടെ കൂടുകയാണെങ്കിൽ നൈറ്റ് അവർക്ക് കൂടെ റിഹേഴ്സൽ സമയത്തൊക്കെ ഇത് കട്ടൻ ചായ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ഇരിക്കേണ്ടി വരും. രാവിലെ ഒരു 8 മണിക്ക് ചെന്ന് തൂത്ത് അവിടുത്തെ വിളക്കൊക്കെ കൊളുത്തി വൃത്തിയാക്കുന്ന ആദ്യം ചെല്ലുന്നത് നമ്മളായിരിക്കും. അതിനൊക്കെ താമസിക്കുമ്പോൾ മാമൻ വഴക്ക് പറയും, പിടിച്ച് പുറത്ത് നിർത്തും, ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറയും. അതും കൊണ്ട് വീട്ടിലോട്ട് ചെല്ലാക്കില്ല. വീട്ടിലും ഇതേപോലെ അമ്മയും അച്ഛനും ഒക്കെ. അച്ഛൻ പിന്നെ ഇടപെടലിൽ അമ്മ ഭയങ്കരമായിട്ട് വഴക്ക് പറയും. അങ്ങനെ കുറേ ആയപ്പം പിന്നെ മാമനെ വിട്ടുപോയിട്ടുണ്ട്. വേറെ പിന്നെയാണ് സ്വതന്ത്രമായിട്ട് തിരുവനന്തപുരം സിറ്റിയിലോട്ടൊക്കെ വന്ന് വേറെ ടൈലറിങ് ഷോപ്പിലും ഒക്കെ വരുന്നത്. അപ്പം നാടകം ഒക്കെ ഈ സീസണൊക്കെ ആകുമ്പം ഉത്സവ കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് മൈക്കും കർട്ടനും സ്റ്റേജും തരും. ബാക്ക് കർട്ടനും ഒരു ബ്ലൂ കർട്ടനും തരും. പിന്നെ നമ്മൾ കൂട്ടുകാരെ കൂടെ കാശിട്ട് ഒരു നാടകം കളി, അങ്ങനെ സൗകര്യം കിട്ടുന്ന സമയമാണ്. അപ്പോഴൊക്കെയാണ് പിന്നെ കടം മാറേണ്ടി വരും. ആ സീസണിൽ പോകാൻ പറ്റത്തില്ല കൃത്യമായിട്ട്. അടുത്ത ചെല്ലുമ്പോൾ ആ പുള്ളി അവരിരുത്തത്തില്ല. അങ്ങനെ സ്വതന്ത്രമായിട്ട് പറന്ന് കിടന്നിട്ടുണ്ട്. അന്ന് പിന്നെ ഈ ബെൽബോട്ടം പാൻറ്റിൻ്റെ കാലമല്ലേ. അപ്പോൾ ബെൽബോട്ടം ഇപ്പോൾ 40 ഇഞ്ച് ഒരുപാട് കിട്ടും. അത് 1 ഇഞ്ച് കൂടുതൽ എടുക്കുന്നതിന് കൂടുതൽ പണി കിട്ടും. അങ്ങനെ ആയിരുന്നില്ല. അത് ശരിക്കും അത് പിന്നെ ജെൻസ് വർക്ക് പഠിക്കാൻ യുണൈറ്റഡ് എന്ന് പറഞ്ഞ് വേറൊരു മാസം എടുത്ത് പോയി. അവിടെ ഈ ജെൻസ് വർക്ക് മാത്രമേ ഉള്ളൂ, പാൻറ്റും സൂട്ടിൻ്റെയൊക്കെ പണിയുള്ളൂ. അപ്പോൾ മാസ് തുണിക്കൊരു ഘടനയുണ്ടല്ലോ, അത് ക്രോസ് ആവാൻ പാടില്ല, കുറുകാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇഴ ഇങ്ങനെയാണെന്നൊക്കെ വളരെ ചിട്ടയോടെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഇച്ചിരി കള്ളത്തരം കാണിക്കാമെങ്കിൽ ഈ 2 ഇഞ്ച് 3 ഇഞ്ചൊക്കെ ബെല്ല് കൂടുതൽ കൊടുക്കാൻ പറ്റും. അത് ശരി. അവർ കൃത്യമായിട്ടാണെങ്കിൽ ഒരു 28-നപ്പുറം നല്ല മില്ലിൻ്റെ തുണിയിലേക്ക് കിട്ടത്തില്ല. അന്ന് 32 കൊടുക്കും അതേ തുണിയിൽ. ബെല്ല് ഇത്രയും കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ വിഷമമാണ്. കുറേ നേരം നിന്നിട്ട് തുണിയും കൊണ്ട് പോകും. അത് അപ്പുറത്തെ കടയിൽ കൊണ്ടെടുത്താൽ അവൻ 32 വരെ, പിന്നെ 32 കിട്ടും എന്ന് പറയും. അത് ക്രോസ് ആയിട്ടൊക്കെ അത് നിയമവിരുദ്ധമായിട്ട് തച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു കള്ളത്തരങ്ങളുണ്ടായിരുന്നു.